അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണ്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതാ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തലേ ദിവസമാണ്. ഹാദിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞിട്ട് അവനങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് അനങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട് കുറേ സമയം. അത് കഴിഞ്ഞ് ഇതാ പിറ്റേന്ന് രാവിലെയാണിത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ സാലഡെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റും ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പാല് തിളപ്പിച്ച് അതിലേക്ക് കസ്റ്റേർഡും കൂടി മിക്സ് ചെയ്ത് ഇനി ഈ തിളപ്പിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയും മന്തിയാണ് വെച്ചിട്ടുള്ളത്. മട്ടൻ മന്തിയും ബീഫ് ബിരിയാണിയും. അപ്പോൾ ഇതാണ് ബീഫ് ബിരിയാണി. അത് ദമ്മിനിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലേക്ക് കസ്റ്റേർഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കസ്റ്റേർഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന കസ്റ്റേർഡ് ഞാൻ വേറൊരു ട്രേയിലേക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പുഡിങ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ബിസ്ക്കറ്റിൻ്റെ ലെയർ കുറച്ച് കട്ടയായ പോലെ തോന്നി. ഞാൻ ഫ്രീസറിലായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായ, അതുകൊണ്ടാണ് അറിയില്ല, കുറച്ച് കട്ട പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ എല്ലാവരും പള്ളിക്ക് പോയി വന്നിട്ടുണ്ട്. പായസം കുടിച്ചിരിക്കുകയാണ് തന്വിക. പിന്നെ ഹാദിൻ്റെ പള്ളിക്ക് പോകുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അന്നേരം ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ ഇതാ സാലഡെല്ലാം റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പായസം ചെറുപയർ പായസമായിരുന്നു. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷായി മാറ്റാം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിതാ സൽവാറാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ അയൺ ചെയ്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഡ്രസ്സ് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ന്യൂഡ് പിങ്കിൽ വരുന്ന ഒരു സൽവാറാണ്. അപ്പോൾ ഇതാ ഹാദിൻ്റെ ഡ്രസ്സ് ഇതാണ്, കുർത്തയാണ്. അപ്പോൾ ഓന് ഫോട്ടോ എന്ന് വെച്ചിട്ട് പോസ് ചെയ്യുന്നതാണ്. ഫോട്ടോ എടുക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ ബാക്കിൽ നടന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഓൻ നേരെ നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഞാൻ കമ്മലിടാൻ പോവാണ്. അപ്പം ഇതാണ് കമ്മൽ, നല്ല കളർഫുള്ളായിട്ടുള്ള കമ്മലാണ്. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കില്ല, വേഗം തന്നെ നമ്മൾ ബിരിയാണി കഴിക്കലാണ്. അപ്പോൾ ഞാൻ താഴെ എത്തുമ്പോഴേക്കും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇവാനിത ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ബീഫ് ബിരിയാണിയും മട്ടൻ മന്തിയും ചട്നിയും ചിക്കൻ ഫ്രൈയും സാലഡും ഞാനെല്ലാം ഒപ്പരം ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പോക്കിമാൻ എന്തോ കാർഡാണ്. അപ്പോൾ ഇതാ അവരെല്ലാം കളിക്കുകയാണ്. പിന്നെ ഹാദിക്ക് രാവിലെ മുതലേ ഒരു മൂഡുണ്ടായിട്ടില്ല. അപ്പം പിന്നെ അവന് കുറച്ച് സമയം ഫോൺ നോക്കിയിരുന്നു. പിന്നെ ഇതാ ഇവാൻ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഹാദി ഇതാ ഫോൺ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവന് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവരൊക്കെ പോകാൻ ഇറങ്ങാണ്. അപ്പോൾ ഇവാനിതാ മറ്റേ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സ് വേറെ ഇട്ടിട്ടുണ്ട്.
അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. ഇത് ഏകദേശം രാത്രി ആയിന് പോകുമ്പോൾ. അപ്പോൾ ഇതാ വീട്ടിലെത്തി. പിന്നെ ഹാദിൻ്റെ അതേ കുർത്ത എൻ്റെ ബ്രദറിനുണ്ടായിരുന്നു. അപ്പം ഓനും കൂടി ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രണ്ടാളും നിൽക്കുന്നില്ല. ഹാദി തീരെ നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളുള്ളതുകൊണ്ട് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു വന്ന് ബിരിയാണി, നെയ്പ്പത്തലും ചപ്പാത്തിയും ബീഫും സലാഡും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്